നമസ്കാരം, ടോപ്പ് 10ലേക്ക് സ്വാഗതം. താനൂരിൽ ജ്വല്ലറി ഉടമയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വർണം കവരാൻ ശ്രമിച്ച 2 പേർ പോലീസിന്റെ പിടിയിൽ. താനൂർ സ്വദേശി തഫ്സീർ, കാളാട് സ്വദേശി റിഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്നേഹതീരം വളണ്ടിയർ വിങ്ങും തിരൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരൂർ പോലീസ് ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ ഉദ്ഘാടനം ചെയ്തു. തിരൂരിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തിരൂർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് അടിയാട്ടിൽ ഗോപാലകൃഷ്ണൻ, ഔഷാദ് പരന്നേക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശിയായ യുവാവ് മക്കയിൽ നിര്യാതനായി. എടവണ്ണപ്പാറ ചെറിയ പറമ്പ് സ്വദേശി ഒട്ടുപാറയ്ക്കൽ മുഹമ്മദ് ജുമാൻ ആണ് നിര്യാതനായത്. 24 വയസ്സായിരുന്നു. 6 വരിപ്പാതയുടെ നിർമ്മാണം ജില്ലയിൽ അന്തിമഘട്ടത്തിലേക്ക്. സർവീസ് റോഡുകൾ ഒഴികെയുള്ള പാതയുടെ നിർമ്മാണം ഈ മാസം 30-ന് പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം കമ്മിറ്റി കൂട്ടായിൽ നേതൃസംഗമവും സമൂഹ നോമ്പുതുറയും നടത്തി. ജില്ലാ പ്രസിഡന്റ് KV സഹീർ ഷാ ഉദ്ഘാടനം ചെയ്തു. ചന്ദനക്കാവ് കാട്ടിലങ്ങാടി എത്തിങ്ങാന റോഡ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ റിംഷാനി സാഹിർ അധ്യക്ഷത വഹിച്ചു. താനൂരിലെ +2 വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾക്കൊപ്പം അയച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് പെൺകുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് അയച്ചത്. പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വാർഷിക പതിപ്പ് നിറച്ചാർത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ പ്രകാശനം ചെയ്തു. സ്വതന്ത്ര കലാ സാംസ്കാരിക സംഘടനയായ തിരൂർ മൽഹാറിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. തുഞ്ചൻപറമ്പിൽ നടന്ന ചടങ്ങിൽ പിന്നണി ഗായകനും കേരള ഫ്ലോക്കോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവുമായ ഫിറോസ് ബാബു ലോഗോ പ്രകാശനം ചെയ്തു. ടോപ്പ് 10 സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ, മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം, പവൻ ഗോൾഡ് തിരൂർ.